ഒപ്പം നിൽക്കുന്നതിന് പകരം അവനൊപ്പമാണ് നിൽക്കുന്നത്. അവന്റെ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമ പറക്കും തളിക പ്രദർശിപ്പിച്ചുകൊണ്ട് ജനപ്രിയത തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് അന്നേരം അങ്ങനെയാണ് അത് മനസ്സിൽ വന്നത്. നടിക്കുണ്ടായ ദുരനുഭവത്തിന് ശേഷം ദിലീപിന്റെ ഒരു സിനിമയും കാണത്തില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ മാത്രമല്ല എന്റെ ഫാമിലിയും. ഹലോ ഗൈസ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. കുറെ എണ്ണങ്ങളങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കും. അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ അവൾക്കൊപ്പം തന്നെയാണ്. പക്ഷെ നമ്മൾ അതും പറഞ്ഞ് ഇറങ്ങുന്നില്ല. ഈ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ ദിലീപിന്റെ സിനിമ വെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ഭൂകമ്പം ഉണ്ടാക്കിയ ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ല. ഒന്ന് വൈറലാകണം, ദിലീപിന്റെ പേരിൽ ഒന്ന് വൈറലാകണം. അതിനു വേണ്ടിയിട്ട് KSRTC ബസ്സിൽ അന്ന് അത്രയും വലിയ ഭൂകമ്പം ഉണ്ടാക്കി. അപ്പം അതേ ചേച്ചി ഓരോ വേദികളിലായിട്ട് വരികയാണ്. ദിലീപിന്റെ സിനിമകൾ ചേച്ചിയും ചേച്ചിയുടെ കുടുംബവും കാണില്ല എന്ന്. അല്ല, ഇവർ കണ്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം? ആർക്കാ? കാണണ്ട. ദിലീപിന്റെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടേ, കാണട്ടെ. നമ്മളൊക്കെ ആ ഒരു മനുഷ്യന്റെ സിനിമ ഇഷ്ടപ്പെടുന്നവരാ, നമ്മൾ കാണും. ഇത് ഇന്നും കൂടെ പോയി കണ്ടതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പുതിയ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഇഷ്ടമില്ലാത്തവർ കാണണ്ട. ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ നിങ്ങൾ ആ സിനിമ കാണണം, നിങ്ങൾ ദിലീപിന്റെ സിനിമ കാണണം എന്ന് പറഞ്ഞ ആരെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. പക്ഷെ കാണുന്നവരെ വിലക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഈ ഒരു സ്ത്രീ ആണെങ്കിൽ KSRTC ബസ്സിൽ ഉൾപ്പെടെ അന്ന് ആ ഒരു സിനിമ, അതായത് ഈ പറക്കം നൽകിയ സിനിമ വെച്ചപ്പോൾ ഒരുപാട് യാത്രക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു. ഇവർക്ക് ആ ഒരു സിനിമ കാണണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് നോക്കാതിരുന്നാ പോരെ? ഇവരെന്ത് ചെയ്തു? ഇവർ ബഹളം ഉണ്ടാക്കി. ഈ സിനിമ ഈ ബസ്സിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി. അപ്പോൾ വേറെ യാത്രക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇത് കാണണമെന്ന് പറഞ്ഞു. കാരണം ആ ഒരു സിനിമയിൽ ദിലീപ് മാത്രമല്ല അഭിനയിച്ചിരിക്കുന്നത്. അന്ന് അത്രയും വലിയൊരു വഴക്കുണ്ടാക്കിയ സ്ത്രീയാണ്. അവരിപ്പോൾ പല വേദികളിലായിട്ട് അവൾക്കൊപ്പം ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കണം, ദിലീപിന്റെ സിനിമകൾ ആരും കാണാൻ പാടില്ല, അങ്ങനെയാന്ന് പറഞ്ഞ് ചേച്ചി അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇതുപോലുള്ള കുറെ എണ്ണങ്ങളുണ്ട്. നമ്മളൊക്കെ സ്ത്രീകൾ തന്നെ, നമുക്കും ഒക്കെ ഉണ്ട് പെൺമക്കളൊക്കെ. ആ ഒരു നടിക്ക് വന്നൊരവസ്ഥ ഒരു പെണ്ണുങ്ങൾക്കും അല്ലെ ഒരു സ്ത്രീകൾക്കും വരാതിരിക്കട്ടെ. പിന്നെ ഈ നടിയെ ഇങ്ങനെ എല്ലാവരും അവൾക്കൊപ്പം എന്ന് പറയുന്നത് അതൊരു നടിയായതുകൊണ്ട്. അതേസമയം ഒരു സാധാരണ ഒരു സ്ത്രീക്കാണ് അല്ലെ ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ എത്ര പേരുണ്ടാവും അവളുടെ കൂടെ? ആ അതിജീവിതയുടെ കൂടെ എത്ര പേരുണ്ടാവും? ഒരാൾക്കാരും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ഇതൊരു നടിയാണ്. ഇത് പറഞ്ഞ് അങ്ങ് ഇറങ്ങുവാണെങ്കിൽ, സമൂഹത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ കുറച്ച് ആൾക്കാർ അറിയപ്പെടും, ഒന്ന് വൈറലാകാം, കുറെ മീഡിയ അറ്റൻഷൻ കിട്ടും. അതിനു വേണ്ടിയിട്ട് അവൾക്കൊപ്പം നിന്നോളൂ. ആർക്കാണ് പരാതി? പക്ഷെ ഇവിടെ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കണം, ദിലീപിന്റെ സിനിമ ആരും കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് അതെവിടുത്തെ ന്യായമാ ചേച്ചി? ചേച്ചിക്ക് വൈറലാണെങ്കിൽ ചേച്ചി വേറെ വല്ല പണിയും ചെയ്യാൻ നോക്ക്. അതെ എനിക്ക് പറയാനുള്ളൂ. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് അവൾക്കൊപ്പം എന്നാണ് പറയുന്നത്. ഈ അവൾക്കൊപ്പം എന്ന് പറയുന്നവര് എന്തുകൊണ്ട്? അതൊരു നടിയായതുകൊണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ എന്താ പറയുക, ഒരു സ്നേഹവിരുന്ന്, അതായത് ക്രിസ്മസ് സ്നേഹവിരുന്നില് അതിജീവിതയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ പീഡനങ്ങൾക്കിരയായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. എന്തുകൊണ്ട് അവരെയൊന്നും ആരും ചേർത്ത് നിർത്തുന്നില്ല? എന്തുകൊണ്ട് നിർത്തുന്നില്ല? വ്യത്യാസമുണ്ടല്ലേ? നടിമാർക്കൊരു നീതി, സാധാരണക്കാർക്ക് വേറൊരു നീതി. ഇവിടെ ആ ഒരു നടിയെ ചേർത്ത് നിർത്തണം വേണ്ടാന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല. കാരണം അവരനുഭവിച്ച ആ ഒരു വേദന, അല്ലെങ്കിൽ അവരനുഭവിച്ച ആ ഒരു പീഡനത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അത് അവർക്കേ അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാക്കിയ ഇപ്പൊ 6 പ്രതികൾ ജയിലിലാണ്, അവർക്ക് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ഇവിടെ കോടതിയും അതുപോലെ നിയമവ്യവസ്ഥയുമാണ് ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപ് എന്നെ കുറ്റവിമുക്തനാക്കിയത്. പക്ഷെ എന്നാലും ജനങ്ങൾ അയാളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പറയുന്ന ജനങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദിലീപ് ഗൂഢാലോചന നടത്തിയതും ദിലീപാണ് ഇത് ചെയ്യിപ്പിച്ചതും എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ ഈ ദിലീപിനെ കുറ്റം പറയുന്നവരുടെ കയ്യിലുണ്ടോ? അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്ക്, കോടതിയിലോ അല്ലെ നിയമത്തിന് കൊണ്ട് കൊടുക്ക്, അപ്പൊ അന്വേഷിക്കുമല്ലോ. ഇതൊന്നുമില്ലാതെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? അല്ലെ ഇതില് നിയമം അതിന് വേണ്ട തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാളെ വെറുതെ വിട്ടു. എന്നാലും കുറെ എണ്ണങ്ങൾ അങ്ങ് ഇറങ്ങിയിരിക്കുക. അവൾക്കൊപ്പം നമ്മളുമൊക്കെ സ്ത്രീകൾ തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ നീതി ആയിരിക്കണം. ഇതുപോലെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കൊച്ചു കുട്ടികൾ വരെ ഇതുപോലെയൊക്കെ ഒരുപാട് പീഡനങ്ങൾക്കിടയായിട്ടുണ്ട്.
അവിടെയൊന്നും ആരെയും കണ്ടില്ലല്ലോ ഈ അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു നടിയായതുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ കുറെ എണ്ണങ്ങൾ വൈറലാകാൻ വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. നിങ്ങൾ അവൾക്കൊപ്പം നിൽക്ക്, പക്ഷേ കുറ്റം ചെയ്യാത്തൊരു മനുഷ്യനെ വെറുതെ ക്രൂശിക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ, പ്രത്യേകിച്ച് ഈ വൈറലാകാൻ നടക്കുന്ന ഈ ഒരു ചേച്ചിയോട്.